ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിരുന്നെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സായിട്ട് യുഎയിൽ വരാനിരിക്കുന്നവരോ വന്നവരോ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് റിപ്ലൈ എന്ത് ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താ പറയുക ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഡാറ്റ ഫ്ലോ എക്സാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് പറഞ്ഞു. അതായത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തു, ഡാറ്റ ഫ്ലോയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ വേണ്ടത് ലൈസൻസിൻ്റെയും ഡാറ്റ ഫ്ലോ ചെയ്യാനുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊന്ന് പോയി കാണണം. എന്തായാലും നമുക്ക് 1 ഇയർ എക്സ്പീരിയൻസ് പോരാ ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട്. അതായത് നിങ്ങളുടെ ഇത് കഴിഞ്ഞ് പോസ്റ്റ്, അതായത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഡാറ്റ ഫ്ലോ എന്നുള്ള ഒരു ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെ 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ 2 ഇയർ എക്സ്പീരിയൻസ്, BLS സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിൽ 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വേണം. വൺസ് നിങ്ങൾ 1 ഇയർ ആണ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് റിജക്റ്റ് ആവും, അത് അപ്രൂവ് ആവില്ല. അപ്പോൾ അങ്ങനെ ഡാറ്റ ഫ്ലോ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കണമെങ്കിൽ, ഇപ്പോൾ DHA ആണെങ്കിൽ ദുബായിലാണെങ്കിൽ DHA, അല്ലെങ്കിൽ ഷാർജ ഫുജറ ആ ഭാഗത്തേക്കാണെങ്കിൽ MOH, അല്ലെങ്കിൽ അലൈൻ അബുദാബി അവിടെയാണെങ്കിൽ DOH. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാം ഡേറ്റ് എടുത്ത് എക്സാം എഴുതാം. വൺസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, 2 ഇയർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഫ്ലോ ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് എക്സാം എടുക്കാം. എക്സാം വൺസ് എഴുതി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എലിജിബിലിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടണം. അതിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ആ 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ ഫ്ലോ ചെയ്ത് നമ്മൾ ജോലിക്ക് കയറണം. അപ്പോൾ അതൊരു റിസ്ക് ആണ്, അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഇയർ എക്സ്പീരിയൻസ് ഇപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ 1 ഇയറും കൂടി, 1 ഇയർ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു, അപ്പോൾ ഒരു 1 ഇയറും കൂടി ഇതാക്കി 2 ഇയർ എന്താക്കാം കംപ്ലീറ്റ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, DHAക്കോ MOHോ DOHോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് പഠിച്ച് നല്ല വെല്ലായിരിക്കുക. എന്നിട്ട് 2 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ 2 ഇയർ കംപ്ലീറ്റ് ചെയ്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം ഡാറ്റ ഫ്ലോ അപ്ലൈ ചെയ്യാനായിട്ട്. അത് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുക്കുക. അതിന് മുന്നായിട്ട് ഗുഡ് സ്റ്റാൻഡിങ് എടുക്കുക. നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതിന് നമുക്ക് 1 മന്ത് 30 ഡേയ്സ് ചിലപ്പോൾ 190 ഡേയ്സ് ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ. അത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തരുന്നതിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുക. അതായത് 1 BLS എടുക്കുക. 2 BLSന് 2 ഇയർ വാലിഡിറ്റി ഉള്ളൂ. 2 ഇയർ കഴിഞ്ഞ് അത് എക്സ്പയർ ആയി പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ എന്താ പറയുക ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് 6 മന്ത് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അത് അതിന് നോക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ ഡാറ്റ ഫ്ലോയ്ക്ക് 2 ഇയർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ നമ്മൾ DHO DOH MOH എഴുതി കഴിഞ്ഞാൽ അതിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ ആ എലിജിബിലിറ്റിക്ക് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എടുക്കുക. കേട്ടല്ലോ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ 1 ഇയർ പോരെ, 2 ഇയർ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം കേട്ടോ. അപ്പൊ ഇത്രയുള്ള സബ്സ്ക്രൈബർ ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.